മുണ്ടക്കയം 35 മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ദേശീയപാതയിൽ കനത്ത മഴയിലും കാറ്റിലും വൻതോതിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും തുടരുന്നത് വാഹനയാത്രക്കാരെ വലിയ ഭീതിയിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ അമലഗിരി, കടുവാപ്പാറ, പുല്ലുപാറ എന്നിവിടങ്ങളിൽ വലിയ മലയിടിച്ചിൽ ഉണ്ടായി. ഇതേ തുടർന്ന് 10 മണിക്കൂറിലധികമാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. അമലഗിരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ കല്ലുകളും മണ്ണും മരങ്ങളും ദേശീയപാതയിൽ പതിക്കുകയും തുടർന്ന് താഴെയുള്ള പെരുവന്താനം മേലോരം റോഡിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ദുരന്തത്തിൽ ഇരു റോഡുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയും ടാറിങ്ങും തകർന്ന അവസ്ഥയിലാണ്. സമീപത്തെ 4 നില ഹോട്ടലിന് തൊട്ടടുത്തുകൂടിയാണ് ഉരുൾ ഒഴുകിപ്പോയത്. കടുവാപ്പാറയിൽ വൻ പാറക്കൂട്ടം ഇടിഞ്ഞു വീണ റോഡിന്റെ ടാറിങ്ങിനും സംരക്ഷണ ഭിത്തിക്കും കടുത്ത നാശനഷ്ടമുണ്ടായി. ബുധനാഴ്ച പുലർച്ചെ പുല്ലുപാറ ജംഗ്ഷന് സമീപവും വലിയൊരു പാറ അടർന്നു വീണു. മലയിടിച്ചിലിനെ തുടർന്ന് രൂപപ്പെട്ട ശക്തമായ വെള്ളച്ചാലുകൾ ഇപ്പോഴും റോഡിലൂടെ ഒഴുകുന്നത് സംരക്ഷണ ഭിത്തികൾക്ക് കൂടുതൽ ബലക്ഷയം ഉണ്ടാക്കുന്നുണ്ട്. ഭാരമേറിയ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് റോഡിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ കാറ്റിൽ ചെറിയ മരങ്ങൾ വ്യാപകമായി കടപുഴകി വീഴുന്നുണ്ട്. ഇത് സമീപത്തുകൂടി കടന്നു പോകുന്ന 11 kV അടക്കമുള്ള വൈദ്യുതി ലൈനുകൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി മഴക്കെടുതികൾ ആവർത്തിച്ചിട്ടും തലനാരിഴയ്ക്കാണ് ഇതുവരെ വൻ അപകടങ്ങൾ ഒഴിവായത്. പ്രദേശത്തെ കനത്ത മൂടൽമഞ്ഞും പരിചയ സമ്പന്നരല്ലാത്ത ഡ്രൈവർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. വളവുകളിലെ അമിത വേഗതയും തെറ്റായ ഓവർടേക്കിങ്ങും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പലയിടങ്ങളിലും ഓടകൾ കവിഞ്ഞൊഴുകുന്നതിനാൽ റോഡിലെ വലിയ കുഴികൾ കാണാൻ കഴിയാതെ ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട മേഖലയിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം.